കേരളം പനിയുടെയും മറ്റു പകർച്ചവ്യാധികളുടെയും പിടിയിലാണ്. കോളറ പോലുള്ള ജലജന്യ രോഗങ്ങൾ പടരുന്നതിൻ്റെ ആശങ്കയിലുമാണ് സംസ്ഥാനം. അതിനിടെ കേരളത്തിൽ ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 2 ദിവസം മുമ്പാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഇക്കാര്യം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിൻ്റെ ഭർത്താവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ കോളറ രോഗികളെ പരിചരിച്ച നഴ്സിൻ്റെ ഭർത്താവിനാണ് രോഗം ബാധിച്ചത്. രോഗം വ്യാപിക്കുമ്പോഴും ഈ കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂഴ്ത്തിവെച്ചത് എന്തിനെന്ന സംശയം ഉയരുന്നുണ്ട്. ജില്ലയിൽ നെയ്യാറ്റിൻകരയിലെ ജീവകാരുണ്യ സ്പെഷ്യൽ സ്കൂളിലെ ഹോസ്റ്റലിൽ കോളറ വ്യാപിച്ചിരുന്നു. അന്തേവാസികളിൽ ഒരാൾ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു. കോളറ ലക്ഷണങ്ങളുമായി 6 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു. കോളറ ബാധിച്ച രോഗികളെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിച്ച ദിവസങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിൻ്റെ ഭർത്താവിനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ജില്ലയിലാണ് ഭർത്താവ് ജോലി ചെയ്യുന്നത്. രോഗബാധിതരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 8 മുതൽ 11 വരെയുള്ള തീയതികളിൽ യുവാവ് തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു. അതിനിടെ നെയ്യാറ്റിൻകരയിലെ രോഗബാധയുടെ ഉറവിടം വാട്ടർ ടാങ്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കോളറയുടെ അണുക്കൾ വാട്ടർ ടാങ്കിൽ എത്തിയത് എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് ഈ രോഗാണു ശരീരത്തിലെത്തുന്നത്. ശരീരത്തിൽ കടക്കുന്ന ബാക്ടീരിയ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കും. ഈ വിഷവസ്തുവാണ് വയറിളക്കത്തിന് കാരണമാകുന്നത്. മനുഷ്യരുടെ മലവിസർജനം വഴി പുറത്തെത്തുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും അതിലൂടെ രോഗം പകരുകയും ചെയ്യും. ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ബാക്ടീരിയ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 12 മണിക്കൂർ മുതൽ 5 ദിവസം വരെ എടുക്കും. കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ജീവന് പോലും ഭീഷണി നേരിട്ടേക്കാം. ഛർദിയും വയറിളക്കവുമാണ് കോളറയുടെ പ്രധാന ലക്ഷണങ്ങൾ. കാലുകൾക്ക് ബലക്ഷയം, ചെറുകുടൽ ചുരുങ്ങൽ, ശരീരത്തിൽ നിന്ന് അമിതമായി ജലാംശം നഷ്ടപ്പെടൽ, തളർച്ച, വിളർച്ച എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടേക്കാം. ഛർദിയും വയറിളക്കവും മൂലം ജലാംശം നഷ്ടപ്പെടുന്നത് ശരീര തളർച്ചയ്ക്കും ബോധക്ഷയത്തിനും കാരണമാകും. കോളറ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തിളപ്പിച്ചാറ്റിയ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കണം. ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ വൃത്തിയായി വയ്ക്കുക. ഭക്ഷണത്തിന് മുമ്പ് കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക. പച്ചക്കറികൾ പാകം ചെയ്ത് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുകയും വേണം.